നീറ്റ് പരീക്ഷാ വിഷയത്തിൽ ഗോവയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ഡൽഹി കലാപ കേസ് പ്രതി ഉമർ ഖാലിദിനെ മോചിപ്പിക്കണമെന്ന പ്ലക്കാർഡ് ഉയർത്തിയ സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ എന്നതാണ് വാർത്ത. പോലീസ് നടപടിയെ പിന്തുണച്ച മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് രാജ്യവിരുദ്ധ പ്രവർത്തനം വെച്ചു പൊറിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കി. മുസ്ലിം ഭീകരവാദികളെ വെള്ളപൂശുന്നതിനെതിരെ CJPയിലും ഭിന്നത രൂക്ഷമായിട്ടുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളോടാണ്, നിങ്ങൾ ഈ വാർത്ത കൊടുക്കില്ലെന്ന് ഞങ്ങൾക്ക് വളരെ നന്നായി അറിയാം. നിങ്ങൾ കൊടുത്തില്ലെങ്കിലും ഞങ്ങളിത് കൈകാര്യം ചെയ്യും, ഞങ്ങളിത് കൊടുക്കുകയും ചെയ്യും. മുസ്ലിം ഭീകരവാദികളെ തുറന്നു വിടണം എന്നാണ് ഇവന്മാർ ആവശ്യപ്പെടുന്നത്. BJP സർക്കാർ ഭരിക്കുന്ന ഗോവയിൽ അവർ പറയുന്നത് ഇത്തരം ആവശ്യം ഉന്നയിക്കുന്ന ആളുകളെ, അക്രമകാരികളെ, കലാപകാരികളെ ഒരു തരത്തിലും വെറുതെ വിടില്ല എന്നുള്ളതാണ്. വാർത്തയിലേക്ക്. ഗോവയിലെ നീറ്റ് വിഷയത്തിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിനിടെയാണ് ഉമർ ഖാലിദിനെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി പ്ലക്കാർഡുകൾ പ്രത്യക്ഷപ്പെടുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത്. സംഭവം വിവാദമായതിനെ തുടർന്ന് കേസെടുക്കണമെന്ന ആവശ്യം ശക്തമായി. പിന്നാലെയാണ് മാമ്പുസ പോലീസ് സംഭവത്തിൽ കേസെടുത്തത്. മാമ്പുസ, പനാജി എന്നിവിടങ്ങളിലെ നീറ്റ് വിഷയത്തിലെ പ്രകടനങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകിയ ഉജ്വാദ് എന്ന NGOയ്ക്ക് നേതൃത്വം നൽകുന്ന അമ്രീൻ ഷെയ്ഖിനെ പോലീസ് ചോദ്യം ചെയ്തു. അതേസമയം പോലീസ് നടപടിയെ പിന്തുണച്ച് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് രംഗത്ത് വന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിലെ പ്രതിഷേധത്തെ രാജ്യവിരുദ്ധ അജണ്ടകൾ പ്രചരിപ്പിക്കാനുള്ള ഇടമാക്കി മാറ്റിയത് നിർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. कालच्या आमच्या पोलिसांनी जी ऍक्शन घेतल्या ती रायटली घेतल्या. जे एंटी नॅशनल जे दिल्ली रायट्सान जेंकां अरेस्ट केल्या, उमर खालीद आणि बाकीचे कोण तांकां फ्री कर म्हणून जर अशा पद्धतीचे प्लॅकार्ड खंयच्याय आंदोलनाच्या निमित्तान येवन जर गोंयांत दाखयता आसत जाल्यार अशा पद्धतीची विच इज अगेन एंटी नॅशनल एक्टिविटी आमी खपोवन घेवचे ना. ഗോവ ശാന്തമായ പ്രദേശമാണെന്നും ഇവിടുത്തെ സമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇത്തരം അജണ്ടകളുമായി ഗോവയിലേക്ക് ആളുകളെ കൊണ്ടുവന്നത് ആരാണെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനം, ഡൽഹി.